പിന്നെ എയർ ഇന്ത്യ പഴയ എയർ ഇന്ത്യ അല്ല കേട്ടോ. ഇത് ബോംബെ ടു ലണ്ടനിലുള്ള ബിസിനസ് ക്ലാസ് ആയിരുന്നു. ബോയിങ് 777 ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. സെൻട്രലാണെങ്കിൽ 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. അപ്പം കയറിയപ്പോൾ മുതൽ രാജകീയമായിട്ടുള്ള സ്വീകരണമായിരുന്നു. അപ്പോൾ കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ അവർ കൊണ്ടു തന്നു. അപ്പോൾ അഹനെ അത് പൊട്ടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതിനുശേഷം അവർ നമുക്ക് ഡെൻറ്റൽ കിറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നു. പിന്നീട് നമുക്ക് 9 മണിക്കൂർ 40 മിനിറ്റാണ് ഫ്ലൈങ് ടൈം. പിന്നീടൊരു സ്ലീപ്പിംഗ് പൈജാമ സെറ്റൊക്കെ അവർ തന്നു. ചാർജർ എനിക്ക് കുത്തിവെക്കാൻ പറ്റിയെന്നുള്ളതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതൊരു മെനു കാർഡാണ് അവരുടെ. ഒരു 4 സ്റ്റാർ ഹോട്ടലിലെ മെനു കാർഡ് പോലെയുണ്ട്. അവർ മോക്ടെയിലിൽ നിന്നാണ് തുടങ്ങിയത്. നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ജ്യൂസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി പറഞ്ഞ സ്റ്റാർട്ടറാണ്. മെയിൻ കോഴ്സ് പിന്നീട് മതിയെന്ന് അഹന പറഞ്ഞു. ഞാൻ സ്റ്റാർട്ടർ ഒഴിവാക്കി ഒരു മെയിൻ കോഴ്സ് മാത്രം കഴിച്ചു. അത് കഴിഞ്ഞ് നല്ല ഡെസേർട്ടിൻ്റെ ഒരു മേഖല തന്നെയുണ്ട്. അഹന നല്ല നീണ്ട് നിവർന്നൊരു കട്ടിൽ കിടക്കുന്ന പോലെ തന്നെ നമുക്കതിൽ കിടക്കാം. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. എല്ലാവരും ഉറക്കത്തിലാണ്. ഞാനൊരു ഷാരൂഖ് ഖാൻ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് എനിക്കൊരു കോഫിയൊക്കെ കിട്ടി. ഇപ്പോൾ വീണ്ടും ഒരു 4 മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നു. അവർ വീണ്ടും ലൈറ്റൊക്കെ ഇട്ടു. നല്ല കപ്പുച്ചിനോ കോഫി കൊണ്ടുവന്നു. പിന്നെ അടുത്ത സെറ്റ് ഫുഡായി തുടങ്ങി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ എയർ ഇന്ത്യ കയറിയെന്ന് പോലും സംശയിച്ചു പോയി. അതുപോലെ വീണ്ടും അടുത്ത സെറ്റ് ഫുഡ് വന്നു. ഇനിയും ഏകദേശം ഒരു 2 മണിക്കൂർ കൂടിയുണ്ട്. അപ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ട് ഒരു കോക്ടെയിലൊക്കെ വാങ്ങി. അപ്പോൾ കോക്ടെയിലൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ രുചിച്ച് നോക്കിയിരുന്നു. വീണ്ടും ഒരു സിനിമയിലേക്ക് കയറി. അപ്പോൾ പിന്നെന്താണ്, അപ്പോൾ വിശേഷം വേറെ ഒന്നുമില്ല. ഏകദേശം ഞങ്ങൾ ഇറങ്ങാറായി. അപ്പോൾ താങ്ക് യു സോ മച്ച്. എയർ ഇന്ത്യക്ക് ഒരുപാട് നന്ദി. അപ്പോൾ ബൈ ബൈ.